നമ്മുടെ കാഴ്ചശക്തി എത്രത്തോളമാണെന്ന് പരിശോധിക്കാൻ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സ്നെൽ ആൻഡ് ചാർട്ട് സിസ്റ്റം. ഈ ചാർട്ട് പ്രകാരം നമ്മുടെ സ്കോർ 6/6 ആണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചശക്തിയുണ്ടെന്നാണ് അർത്ഥം. 6/6 എന്ന് വെച്ചാൽ ഒരു സാധാരണ കാഴ്ചശക്തിയുള്ള മനുഷ്യന് 6 മീറ്റേഴ്സ് ദൂരത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന വസ്തുക്കളെ നമുക്കും 6 മീറ്റേഴ്സ് ദൂരത്തിൽ നിന്ന് കാണാൻ കഴിയും. 5/6 ആണെങ്കിൽ അതേ വസ്തുക്കളെ കുറച്ചുകൂടെ അടുത്തോട്ട് 5 മീറ്റേഴ്സ് ദൂരത്തിൽ വന്നാലേ കാണാൻ കഴിയൂ. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മികച്ച കാഴ്ചശക്തിയുള്ള മനുഷ്യന്റെ ഐസൈറ്റ് എന്നത് 6/3 ആണ്. എന്നുവെച്ചാൽ ഒരു സാധാരണ കാഴ്ചശക്തിയുള്ള മനുഷ്യൻ 3 മീറ്റേഴ്സ് ദൂരത്തിൽ നിന്ന് കാണുന്ന വസ്തുക്കളെ ഇവർക്ക് 6 മീറ്റേഴ്സ് ദൂരത്തിൽ വെച്ച് തന്നെ കാണാനുള്ള കഴിവുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ളത് പരുന്തുകൾക്കാണ്. അവയ്ക്ക് സാധാരണ 6/1 കാഴ്ചശക്തിയുണ്ട്. വേട്ടയാടാൻ ഈ കാഴ്ചശക്തി അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പരുന്തിന്റെ കാര്യം ഇപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്കൊരു സാധാരണ മനുഷ്യന്റെ അത്ര കാഴ്ചശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി എത്ര ദൂരം വരെ കാണാൻ കഴിയും? നമുക്ക് നോക്കാം. മഹാസമുദ്രത്തിന്റെ മധ്യത്തിൽ നിന്നാൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ 6/6 കാഴ്ചശക്തിയും ശരാശരി ഉയരവുമുള്ള ഒരു മനുഷ്യന്, അതായത് ഏകദേശം 6 അടി ഉയരമുള്ള മനുഷ്യന് ഏകദേശം 4.8 കിലോമീറ്റേഴ്സ് ദൂരം വരെ കാണാൻ കഴിയും. ഭൂമി ഉരുണ്ടതായതിനാൽ ഭൂമിയുടെ ചക്രവാളത്തിന്റെ വളവ് കാരണം അതിനുശേഷമുള്ള സകലവും അയാളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കും. പക്ഷെ ഓർക്കുക, ഒരു മനുഷ്യന്റെ ഉയരവും അയാൾ എത്ര ഉയരത്തിൽ നിന്നും നോക്കുന്നു എന്നതിനുമനുസരിച്ചായിരിക്കും അയാൾക്ക് എത്ര ദൂരം വരെ കാണാൻ കഴിയുമെന്ന് നിർണയിക്കുന്നത്. കൂടുതൽ ഉയരമുള്ള മനുഷ്യനാണെങ്കിൽ കൂടുതൽ ദൂരം വരെ കാണാൻ പറ്റും. ഉദാഹരണത്തിന്, രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനായ റോബോട്ട് വാൽഡോയ്ക്ക് 2.71 മീറ്റേഴ്സ് ഉയരമുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ സമുദ്രത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഏകദേശം 6 കിലോമീറ്റേഴ്സ് ദൂരം വരെ കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യനായ ചന്ദ്ര ബഹദൂറിന് ഏകദേശം 2 കിലോമീറ്റേഴ്സ് ദൂരം വരെ കാണാൻ കഴിയൂ. അതുപോലെ കൂടുതൽ ഉയരത്തിൽ നിന്നാലും കൂടുതൽ ദൂരം കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്, അതായത് ബുർജ് ഖലീഫയ്ക്ക് 830 മീറ്റേഴ്സ് ഉയരമുണ്ട്. ഒരു ശരാശരി ഉയരമുള്ള മനുഷ്യന് ഇതിന്റെ മുകളിൽ നിന്നാൽ ഏകദേശം 100 കിലോമീറ്റേഴ്സോളം ദൂരം വരെ കാണാൻ സാധിക്കും. പക്ഷേ അന്തരീക്ഷമെല്ലാം ക്ലിയർ ആയിരിക്കണം. 100 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മറുകരയിലുള്ള ഇറാന്റെ തീരപ്രദേശങ്ങൾ വരെ കാണാൻ പറ്റും. എന്നാൽ ഏറ്റവും ഉയരം കൂടിയതെന്ന് പറയപ്പെടുന്ന പർവ്വതത്തിന് മുകളിൽ നിന്നാലോ, അതായത് മൗണ്ട് എവറസ്റ്റിന് മുകളിൽ. ഏറ്റവും ഉയരം കൂടിയതായതിനാൽ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം കാണാൻ കഴിയുന്നത് എവറസ്റ്റിന് മുകളിൽ നിൽക്കുമ്പോഴായിരിക്കുമെന്ന് ചിന്തിച്ചെങ്കിൽ അത് തെറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റേഴ്സിന് മുകളിലാണ് മൗണ്ട് എവറസ്റ്റ് നിലനിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് നോക്കിയാൽ സൈദ്ധാന്തികപരമായി ഏകദേശം 336 കിലോമീറ്റേഴ്സോളം ദൂരം വരെ കാണാൻ കഴിയും. അതായത് തിരുവനന്തപുരത്തിൽ നിന്നും തൃശൂരിനെ കാണാൻ കഴിയുന്നത് പോലെ. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് വെറും സൈദ്ധാന്തികമാണ്. ശരിക്കും മൗണ്ട് എവറസ്റ്റിന് മുകളിൽ നിന്നാൽ അധിക ദൂരമൊന്നും കാണാൻ കഴിയില്ല. ഒന്നാമത്തെ കാരണം അവിടെ മുഴുവൻ മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഇനി അന്തരീക്ഷം ക്ലിയർ ആണെങ്കിൽ പോലും എവറസ്റ്റിന് ചുറ്റും നിറയെ മറ്റു പർവ്വതങ്ങളുണ്ട്. അത് തടയുന്നത് കാരണം കൂടുതൽ ദൂരം നമുക്ക് കാണാനാകില്ല. എന്നാൽ മറ്റൊരു കൊടുമുടിയിൽ കയറിയാൽ നമുക്ക് 100 കണക്കിന് കിലോമീറ്റേഴ്സോളം ദൂരം കാണാൻ പറ്റും. അതിന് നമ്മൾ ഫ്രാൻസിലേക്ക് പോകണം. അവിടെ ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള ഒരു വലിയ പർവ്വത നിരകളാണ് പൈറനീസ്. ഈ മലനിരകൾക്കിടയിൽ പിക് ദെ ഫിനിസ്ട്രൽസ് എന്നൊരു പർവ്വതമുണ്ട്. ഭൂമിയിലെ ഏറ്റവും ദൂരെയുള്ള ഫോട്ടോ പകർത്തിയത് ഇവിടെ നിന്നുമാണ്. ആ ചിത്രത്തിൽ 443 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഫ്രാൻസിലെ ആൽപ്സ് മലനിരകൾ കാണാം. അതായത് ഇവിടെ നിന്നാൽ 443 കിലോമീറ്റേഴ്സോളം ദൂരം വരെ നമുക്ക് കാണാൻ കഴിയും. ആൽപ്സ് മലനിരകളിലെ പിക് ഗസ്പാഡ് എന്ന പർവ്വതമാണ് ഈ ചിത്രത്തിൽ ഏറ്റവും അകലെ കാണാൻ കഴിയുന്ന വസ്തു. പക്ഷേ ഈ ആൽപ്സ് മലകളെ കാണണമെങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. എന്നാൽ ഭൂമിയിൽ മറ്റൊരിടത്തിൽ പോയാൽ ഇതിനേക്കാൾ കൂടുതൽ ദൂരം നമുക്ക് കാണാൻ കഴിയും. അതിന് നമ്മൾ സെൻട്രൽ ഏഷ്യയിലെ കിർഗിസ്ഥാനിൽ പോകണം. അവിടെ ഡൻകോവ എന്നൊരു പർവ്വതമുണ്ട്. ഈ പർവ്വതത്തിന് മുകളിൽ കയറി നിന്നാൽ ഏകദേശം 538 കിലോമീറ്റേഴ്സോളം ദൂരം കാണാൻ പറ്റും. അതായത് തിരുവനന്തപുരത്തിൽ നിന്ന് ൂരിനെ കാണാൻ കഴിയുന്നത് പോലെ. പക്ഷെ കൃത്യമായ കാലാവസ്ഥകളും തെളിഞ്ഞ അന്തരീക്ഷവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. ലോകത്തിൽ മറ്റെവിടെ നിന്നാലും ഇത്രയും ദൂരം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇത് ഭൂമിയിലുള്ള കാര്യമാണ്. നമ്മളൊന്ന് മുകളിലേക്ക് നോക്കിയാൽ ഈ പറഞ്ഞവയേക്കാൾ ഒരുപാട് ദൂരമുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയും.
ആകാശത്തിലെ ഏറ്റവും പ്രകാശമുള്ള രണ്ടാമത്തെ വസ്തുവായ ചന്ദ്രൻ രാത്രി ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. ഭൂമിയിൽ നിന്നും ശരാശരി ഏകദേശം 4 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെയുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് വീനസ്. നമ്മുടെ രാത്രി ആകാശത്തിലെ മൂന്നാമത്തെ തിളക്കമാർന്ന വസ്തുവാണ് വീനസ്. ഭൂമിയുടെ അടുത്തായിരിക്കുമ്പോൾ പോലും ഭൂമിയിൽ നിന്ന് വീനസിലേക്ക് 5 കോടി കിലോമീറ്റേഴ്സിൽ കൂടുതൽ ദൂരമുണ്ടായിരിക്കും. ആകാശത്തിലെ ഏറ്റവും പ്രകാശമുള്ള വസ്തുവായ സൂര്യനാണെങ്കിൽ ഏകദേശം 15 കോടി കിലോമീറ്ററുകൾക്കകലെയാണ്. എന്നാൽ ജൂപ്പിറ്റർ ആണെങ്കിൽ ഭൂമിക്ക് സമീപത്തിലായിരിക്കുമ്പോൾ പോലും ഏകദേശം 58 കോടി കിലോമീറ്ററുകൾക്കകലെയായിരിക്കും. സാറ്റേൺ ആണെങ്കിൽ 120 കോടി കിലോമീറ്ററുകൾക്കകലെയും. വളരെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ ഗ്രഹങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ സാധിക്കും. പക്ഷേ സൗരയൂഥത്തിന് പുറത്തുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 10,000-ഓളം നക്ഷത്രങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയും. ഈ നക്ഷത്രങ്ങളിൽ ഭൂരിപക്ഷവും ഭൂമിയിൽ നിന്നും ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയാണ് നിലനിൽക്കുന്നത്. ഇതിൽ രാത്രി ആകാശത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള നക്ഷത്രമെന്നത് V762 കാസ് എന്നൊരു വലിയ നക്ഷത്രമാണ്. ഏകദേശം 16,310 പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രകാശവർഷം എന്ന് വെച്ചാൽ പ്രകാശം ബഹിരാകാശത്തിലൂടെ ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രകാശവർഷം എന്നത് 9 ലക്ഷം കോടി കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ 16,310 പ്രകാശവർഷം എന്നാൽ 1,500 കോടി കിലോമീറ്റേഴ്സ്. പക്ഷേ രാത്രി ആകാശത്തിൽ നമുക്ക് ഇതിനേക്കാൾ ദൂരത്തിലുള്ള വസ്തുക്കളെ കാണാൻ കഴിയും. അതാണ് ഗാലക്സികൾ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗാലക്സി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആൻഡ്രോമെഡ ഗാലക്സി ആയിരിക്കും. ഭൂമിയിൽ നിന്നും ഏകദേശം 25 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയാണ് ആൻഡ്രോമെഡ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഇരട്ടി വലിപ്പമുള്ള ഈ ഗാലക്സിയെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ അകലെയുള്ള ഗാലക്സികളെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ട്രയാങ്കുലം ഗാലക്സി. ഇത് ഏകദേശം 27 ലക്ഷം പ്രകാശവർഷങ്ങൾക്കകലെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗാലക്സി ഇതല്ല. അത് സെന്റൗറസ് എ എന്നൊരു ഗാലക്സിയാണ്. ഇതെത്ര ദൂരത്തിലാണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക. ഒരു പ്രകാശവർഷം എന്നത് 9 ലക്ഷം കോടി കിലോമീറ്റേഴ്സ് ആണ്. ഈ ഗാലക്സി ഭൂമിയിൽ നിന്നും ഏകദേശം 1.3 കോടി പ്രകാശവർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. 1.3 കോടി പ്രകാശവർഷങ്ങൾ. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും ഭൂമിയിൽ നിന്നും ഈ ഗാലക്സി വരെ എത്താൻ 1.3 കോടി വർഷങ്ങളെടുക്കും. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് അകലെയുള്ള കാഴ്ചകളും നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയും. അതാണ് ഗാമ റേ ബർസ്റ്റ്. ഗാമ റേ ബർസ്റ്റ് എന്നത് ഒരു വസ്തുവല്ല, പകരം ഇതൊരു തരത്തിലുള്ള വിസ്ഫോടനമാണ്. പക്ഷെ ഇത് സാധാരണ വിസ്ഫോടനമൊന്നുമല്ല. ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ വിസ്ഫോടനങ്ങളാണ് GRBകൾ. പക്ഷെ ഇവ കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. 2008 നാസയുടെ സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി ഒരു അതിശയകരമായ GRBയെ ഡിറ്റക്ട് ചെയ്തു. GRB 080319b എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഇത് സംഭവിച്ച സമയത്തിൽ സംഭവിച്ച കൃത്യമായ സ്ഥാനത്തിൽ തന്നെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, അപ്പോൾ രാത്രിയുമായിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് യുറാനസിനെ പോലെ തീരെ മങ്ങിയതായിട്ടായിരിക്കും നമ്മുടെ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതും വെറും 30 സെക്കൻഡുകൾ നേരത്തേക്ക് മാത്രം. പക്ഷേ ഇതെത്ര ദൂരത്തിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും അതിശയകരം. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 750 കോടി പ്രകാശവർഷങ്ങൾക്കകലെയാണ് സംഭവിച്ചത്. അതായത് ഇത് സംഭവിച്ച സമയത്തിൽ നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ സൗരയൂഥം അന്ന് രൂപം കൊള്ളാൻ തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ വിസ്ഫോടനം നമ്മുടെ സൂര്യൻ നിൽക്കുന്ന ദൂരത്തിൽ വെച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, അതായത് 15 കോടി കിലോമീറ്ററുകൾക്കകലെ വെച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, ഇത് നമ്മുടെ ആകാശത്തിൽ സൂര്യൻ തിളങ്ങി നിൽക്കുന്നതിന്റെ 210 കോടി മടങ്ങ് തീവ്രമായിട്ട് പ്രകാശിക്കുമായിരുന്നു. പക്ഷെ അത് കാണാൻ നമ്മൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് മാത്രം. അതും വെറും 30 സെക്കൻഡുകൾ നേരം കൊണ്ടാണ് ഇത്രയും ഊർജം പുറത്തു വന്നതെന്ന കാര്യം ഓർക്കണം. അത്രയേറെ തീവ്രമായിരുന്നു ഈ വിസ്ഫോടനം. എന്നിരുന്നാലും ഇതിനേക്കാൾ ശക്തമായ GRBകളെയും ഒബ്സർവേറ്ററുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്.
എന്തായാലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള പ്രതിഭാസങ്ങൾ ഇവയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.